നല്ല പയ്യനായിരുന്നു നേരത്തെ. ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ഒക്കെ സഹകരിക്കെടുക്കൊക്കെ ചെയ്തിരുന്ന നല്ല പയ്യനായിരുന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം ഇവൻ ഇത്തിരി സ്വഭാവക്കാരനായത്. പിന്നെ എന്തോ പറ്റിയോ ഇങ്ങനെ ആകാൻ ഓരോ പെണ്ണുങ്ങളെ കൊണ്ടു കഴിയുമ്പോഴല്ലേ ഓരോരുത്തരും വഴി തെറ്റി പോകുന്നെന്ന് പറയുന്നത്. ചെറുക്കൻ ഈ പെണ്ണിനെ കെട്ടിച്ചതിന് ശേഷം മാത്രമാണ് ഇവൻ ഇത്രയും ഇങ്ങനെ നശിച്ചത്. കറക്റ്റല്ലേ? അതെ കറക്റ്റാണ്. എനിക്ക് തോന്നിയില്ല കറക്റ്റാണ്. അത്രയും നാളെ നല്ലൊരു മകനായിരുന്നു. നമ്മൾ കല്യാണം കഴിച്ചോണ്ട് കയറുമ്പോഴത്തേക്കും ആ കുടുംബം അങ്ങനെ നശിക്കണം. അതൊരു മഹാലക്ഷ്മി കൂടിയിരുന്ന വീടാണ്. അത് നമ്മുടെ എന്നെക്കൊള്ള മരുമക്കൾ കയറി ചെല്ലുമ്പോൾ അത് തൊലഞ്ഞ് പോവാൻ. അത്രയും നാളെ ഒരു കുശിനിമ പൊട്ട സ്വഭാവം ഇല്ലാത്ത മക്കൾ നമ്മളവർ കയറി അവരുടെ ലൈഫിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അപ്പാടെ ആ ജീവിതം അങ്ങനെ നശിക്കുകയാണ്. ആ കുടുംബം അങ്ങനെ നശിക്കുകയാണ്. അവരുടെ അച്ഛൻ വേണം, അമ്മ വേണം, ഫാമിലി വേണം, ഒക്കെ കേട്ട് നടന്ന മകൻ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് നിൽക്കുമ്പോൾ അതൊരു തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ പുറത്ത് പോവുക, വീട്ടിൽ പോവുക, പാർട്ടി പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മുടെ കുടുംബത്തിന് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ അവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. കുടുംബകലഹത്തിലേക്ക് പോകുന്ന പ്രശ്നങ്ങളാണ്. നമ്മളായിട്ട് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അവിടെ കെട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പണിയെടുക്കുക, ഫുഡ് കഴിക്കുക, അവിടെ നാല് ചുമന്നുള്ളിൽ കഴിയുക, പുറത്ത് നടന്നാൽ പാടില്ല. നമ്മൾ ഒരു അമ്മായിമ്മ മരുമകളെ തലക്കടിച്ച് പോകുന്നില്ലേ, ആ അവസ്ഥ നമുക്ക് വരും. അത് നമ്മൾ സഹിച്ച് കഴിയണം. നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമ്മൾ സഹിക്കണം. അതാണ് വേണ്ടത്. അവരുടെ സന്തോഷത്തിന് നിൽക്കണം. നമ്മൾ അവർ പറയുന്നത് കേട്ട് നിൽക്കണം. അതിനാണ് നമ്മൾ കെട്ടിച്ചുകൊണ്ട് വരുന്നത്. അല്ലാണ്ട് നമ്മുടെ സന്തോഷത്തിന് ജീവിതം ജീവിക്കാനല്ല. നമ്മൾ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അത് അവർ പറഞ്ഞു കേട്ട് നമ്മൾ ജീവിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മുടെ സ്വപ്നം നമ്മൾ ജോലിക്ക് പോകുക, അതൊന്നല്ല വേണ്ടത്. ഇപ്പം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ല